അപ്പോൾ നമ്മൾ പോയ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? വീഡിയോ എല്ലാം മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റി. മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താ നീ എന്തോ ഒരു ശോകാവസ്ഥയിലിരിക്കുന്നത്? നമുക്ക് ട്രിപ്പൊക്കെ അടിപൊളിയില്ലായിരുന്നു? പിന്നെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ മനുഷ്യന് വിശന്നിട്ട് കുടല് കരിക്കിട്ടിരിക്കുമോ? ഈ കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ വിശപ്പൊന്നും. അത് ശരിയാണ്. നിൻ്റെ പൈസ വല്ല ഇരിപ്പുണ്ടോ? എൻ്റെ ഒന്നും ഇല്ലടാ, എല്ലാം തീർന്നില്ല. നിങ്ങളെന്താ ചെയ്യും? എൻ്റെ കയ്യിലൊരു 100 രൂപ ഇരിപ്പുണ്ട്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചാലോ? എടാ ഇത് പനവേലിയില്ലൂടാ, നമുക്ക് ആ സുബിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? സുബിന് ഇവിടെ ഒരു അടിപൊളി ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. ആണോ? അടിപൊളി ഒരു വെറൈറ്റി എന്തോ ഒരു സാധനം കിട്ടുന്നത്. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളിത് കാര്യം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം. എന്നാൽ സുബിനെ ഒന്ന് വിളിച്ചു കഴിച്ചു നോക്കാം. ഇവിടുന്ന് കുറച്ചടുത്താ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. സുബിനെ, ഞങ്ങൾ നമ്മുടെ പനവേലി ജംഗ്ഷനിൽ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞ ഹോട്ടൽ എവിടെ? ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അവിടുന്ന് ഇവിടെ ഇടത്തോട്ട് ഒരു ബോർഡ് കണ്ട്. ഈ ബോർഡാണോ? ഈ ബോർഡാണോടാ? ഓക്കെ 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 ഓക്കെ. ഞങ്ങൾ അങ്ങോട്ട് വരുവാ. എടാ നമ്മുടെ കയ്യിൽ ആകെ 100 രൂപയുള്ളൂ. അത് കുഴപ്പമില്ല. ഈ പൊറോട്ട കുത്രോൾ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അത് വെറും 50 രൂപയുള്ളെന്ന് പറഞ്ഞു ഒരാൾക്ക്. അതാകുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് സംഭവം ഒതുങ്ങും. ആണോ? എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലേ? പിന്നെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ശരവണ ഹോട്ടൽ. നമ്മൾ സുബിൻ പറഞ്ഞ ആ കട. അതെ. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടൊരു സാധനം കിട്ടുമെന്ന് പറഞ്ഞു. എന്തോ? പൊറോട്ട കുത്രോള്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. 50 രൂപയുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ആകെ 100 രൂപ ഉള്ളൂ. അതെ. അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന്? ബാ. ഓക്കെ, ബാ. ചേട്ടാ, ഇവിടെ 50 രൂപയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ സാധനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തോ ഇത്? നമ്മുടെ പഴംപൊരി കുത്രോൾ. പഴംപൊരി, അതെന്തോ സാധനം? നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, നമ്മുടെ പ്രേക്ഷകർ ഇതുവരെ കേട്ടിട്ടില്ല. എന്താ ഐറ്റം ഒന്ന് പറഞ്ഞു കൊടുക്കണം. മാത്രം സ്പെഷ്യലാണ്. അതെന്തോന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പഴംപൊരി, ബീഫ്, പൊറോട്ട, പിന്നെ ചെറിയതൊക്കെ ടേസ്റ്റിന് വേണ്ടിയെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. എല്ലാ ഐറ്റം ഇവിടെ. പഴംപൊരിയും ബീഫും പണ്ടേ ഫേമസ് ആണല്ലോ. അതിൻ്റെ കൂടെ ഒരു പൊറോട്ടയും കൂടെ സെറ്റ് ചെയ്ത് അടിപൊളി സാധനം. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കട്ടെ. അതെ അതെ. പഴംപൊരി കൊത്രോൾ അത് ഇവരുടെ മാത്രം ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. വിറകടുപ്പിലാണ് ഇവർ പഴംപൊരിയും ബീഫും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡ് അപാര രുചിയാണ്. ചൂടായ കല്ലിലേക്ക് നല്ല ചൂട് പഴംപൊരിയിട്ട് നല്ല പോലെ കൊത്തിയെടുത്ത് അതിലേക്ക് ചൂട് ബീഫും ഒഴിച്ച് അവരുടെ തന്നെ ഒരു സ്പെഷ്യൽ മസാലയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല ചൂട് പൊറോട്ടയിലേക്ക് തേച്ച് നല്ല ഞാലിപ്പൂവൻ വാഴയിലയിൽ വാട്ടിയെടുത്ത് അതിൽ പൊതിഞ്ഞ് തരുന്ന ഈ സ്പെഷ്യൽ ഐറ്റമാണ് പഴംപൊരി കൊത്രോൾ. പഴംപൊരി കൊത്രോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണ്. എന്നാലും 50 രൂപയ്ക്ക് മുതലാണ് കണ്ടിട്ട് ഇല്ലേ? അപ്പോൾ നമുക്കിനി കഴിച്ചോട് നോക്കാം എങ്ങനെയുണ്ട് സാധനം. അതെ അതെ. വാഴയിലൊക്കെ പൊഴിഞ്ഞുകൊണ്ട് നല്ല ഒരു വാഴയിലൊരു മണമൊക്കെ കാണും. നോക്കാം. അടിപൊളി സാധനം അല്ലേ? സൂപ്പർ. ആ പഴംപൊരിയുടെ ചെറിയ മധുരവും. പിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മുടെ പഴംപൊരിയും ബീഫും പണ്ടേ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പൊറോട്ട, ബീഫും പൊറോട്ടയും പറയേണ്ട കാര്യമില്ല. മാരക ടേസ്റ്റ്. സൂപ്പർ. സൂപ്പറാണ്. ചുമ്മാ എല്ലാ ആൾക്കാരൊക്കെ കൂടെ വന്നു പോകുന്നത്. ടേസ്റ്റ് അപാരം തന്നെ കേട്ടോ. സൂപ്പർ. ചായ ഒരു കോമ്പിനേഷൻ. 50 രൂപയ്ക്ക് നമ്മുടെ വിശപ്പും മാറും. അതെ അതെ. അടിപൊളി. ഒന്നും പറയില്ല. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുക. എന്നിട്ട് ഇല്ലേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ പ്രതീക്ഷനാട്ടിലും ടേസ്റ്റ് ഉണ്ട്. ഒന്നും പറയാനില്ല. അടിപൊളി. സൂപ്പറാണ്. ഇതെല്ലാവരും ഒന്ന് ഒരു വട്ടം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യണം. മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സാധനം. നിങ്ങൾ ഇവിടെ ഉള്ളവരാണെങ്കിലും വന്നിരിക്കണം. ഇത് ഇവിടാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇല്ലേ? സൂപ്പറാണ്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയിൽ. ഏത്? ഇതിൻ്റെ ജന്മസ്ഥലം നമ്മുടെ കൊട്ടാരക്കരയിൽ. അതാണ്. പഴംപൊരി കൊത്തുറോള് മാത്രമല്ല, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടുത്തെ കൊത്തുപൊറോട്ടയും. കൊത്തുപൊറോട്ടയൊക്കെ നല്ല രീതിയിൽ സമയമെടുത്ത് അവരുടേതായ സ്പെഷ്യൽ ചേരുവകളൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി തരുന്നത്. ഇവിടുത്തെ കൊത്തുപൊറോട്ടയും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കൊത്തുപൊറോട്ട നാരങ്ങ അങ്ങനെ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ച് ഒരു സ്പെഷ്യൽ കൊത്തുപൊറോട്ട അല്ലേ? അതെ അതെ. സാധാരണ കടയിലൊന്നും ഇത്ര സെറ്റപ്പ് കാണത്തില്ല. ക്വാണ്ടിറ്റി അടിപൊളി. അടിപൊളി. കുക്കുമ്പറും അതുപോലെ തന്നെ മുട്ടയും അല്ലേ? 2 പേർക്ക് നാരങ്ങയും. അടിപൊളി. കാണുമ്പോൾ തന്നെ അടിപൊളി. ക്വാണ്ടിറ്റി ഉണ്ട്. സൂപ്പർ. കൊള്ളാം. സൂപ്പർ ടേസ്റ്റ്.
ഇവിടുത്തെ സ്പെഷ്യലായ പഴംപൊരി കൊത്തുറോളും കൊത്തുപൊറോട്ടയും കഴിക്കാൻ വേണ്ടി ദിവസേന 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണ് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോരാട്ടോ, അതും ഇവിടെയുണ്ട്. പഴംപൊരി കൊത്തുറോളും കൊത്തുപൊറോട്ടയും വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഉള്ളത്. ശരവണ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന റൂട്ടിൽ പനവേലി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വലത്തേക്കൊരു വഴി കാണാം. അവിടെ ഒരു ബോർഡുമുണ്ട് ശരവണ ഹോട്ടലിൻ്റെ. ആ വഴി അകത്തേക്ക് കയറുമ്പോൾ ഒരു 100 മീറ്റർ മുമ്പോട്ട് വന്നാൽ മതിയാവും.